ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഉള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഉമ്മ കുറേ നാളായി പറയുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കയോട് ഇന്നലെ നൈറ്റിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന അതാണ്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഉമ്മ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചതാണ്, വലിയൊരു ബോക്സാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ ഉമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ഉമ്മാനെ വിളിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് വെച്ചതാണ്, ഉമ്മ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഉമ്മാനെ അടുക്കളയിലാണ് ഉമ്മാനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഒരു സർപ്രൈസ് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കിടക്കട്ടെ. നമുക്ക് നമ്മൾ സർപ്രൈസ് വീഡിയോ ഒന്ന് കാണാം. ഉമ്മ അങ്ങോട്ട് വരി, ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും വരി. എന്താന്ന് ഞാൻ പറയില്ല, സർപ്രൈസ് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ വന്ന് തന്നെ കാണണം. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മള്. എന്നാ വരി വരി. ഇതാണ് നിങ്ങളെ സർപ്രൈസ്. അതെന്തായിരിക്കും? നിങ്ങൾക്ക് വലിയൊരു ബോക്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കൊറേ നാളായി പറയില്ലേ? സന്തോഷായോ? അപ്പൊ ഇന്നലെ ഞങ്ങള് രാത്രി പോയി വാങ്ങിച്ചതാണ്. എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് ഫിറ്റിങ്ങിന് ആള് വരും എന്ന് പറഞ്ഞു. കൊറേ ദിവസമായല്ലോ നിങ്ങളും ഹസും ടി വി വേണം എന്നറിയുന്നേ. അപ്പൊ നമ്മൾ ടി വി ആയി. അപ്പോ പ്രതീക്ഷിച്ചോ പെട്ടെന്ന് കിട്ടുന്ന്? അത് HD. അപ്പൊ അപ്പൊ നിങ്ങള് പ്രതീക്ഷിച്ചോ അങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്ന്? സന്തോഷം. ഇന്ന് ഫിറ്റിങ്ങിന് ഇങ്ങനെ ആള് വരും കേട്ടോ. അപ്പൊ നമ്മള് അരീക്കോട് സഫേന്നാണ് ഈ ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല, നമ്മൾ അവിടുന്ന് കണ്ടതിന് ശേഷം ഇത് പിന്നെ നിങ്ങൾ എടുത്ത. അപ്പൊ ഉമ്മ ഏതായാലും ആകാംക്ഷയോടെ പൊളിക്കുന്നുണ്ട്. ഉമ്മക്കത് കാണാൻ വേണ്ടി ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വാങ്ങിച്ച ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ റീസെൻ്റ് ഫോണിൽ ചാർജ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതില് അവിടെ ആളവിടെ എടുത്താ പോരെ ആള്? തിരിച്ചൂടെ ആവില്ലല്ലോ. അപ്പോൾ ഉമ്മാക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാലിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഷോപ്പിംഗ് ആയിട്ട് തന്നെ ആയിരുന്നു. നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഷോപ്പിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള 2 പാത്രം ഇവിടുന്ന് വാങ്ങാനാണ് കേട്ടോ വന്നിട്ടുള്ള, സ്റ്റീലിൻ്റെ. അപ്പോൾ അവിടെ ചേച്ചി പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ കുറേ കാലമായിട്ട് പർച്ചേസ് ചെയ്യൽ. വീട്ടിലേക്കുള്ള അലൂമിനിയം അതുപോലെ സ്റ്റീൽ ഐറ്റംസൊക്കെ നമ്മൾ കുറേ കാലം മുന്നത്തെ കസ്റ്റമറാണ് കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഒരു വീട് കുടിരിക്കലിലൊക്കെ വരുന്നവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് എപ്പോഴും ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ മറ്റുള്ള ഷോപ്പിങ്ങിന് വന്ന ടൈമിലാണ് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കാതിരിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവിയൊക്കെ വേവിച്ച് നമുക്ക് ഫുഡ് പാകം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 2 ലെയർ വരുന്നൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അസൂനും വെച്ച് ഇതാ ക്ലേ വാങ്ങിയാണ്. അതൊന്നും പറയാറില്ലേ? ഇതാ ക്ലേ ഇടോക്ക് ഇഷ്ടായോ? പിന്നെ ഇതെന്താ പറയാ, നമ്മളെ സ്ലേറ്റിന്റെ പാന കഴിഞ്ഞില്ലേ, അത് വാങ്ങിച്ചാട്ടമ്മ. ഉമ്മമാക്ക് ഇതാ കുറേ സാധനം ഉമ്മമാക്ക് ഇതാ ദീപാവലിന്റെ കുറേ ഇഷ്ടപ്പെട്ട കുറേ കൊണ്ടുവന്നാണ്. അതൊക്കെ നിങ്ങൾക്ക് ഉള്ള നിങ്ങൾ അതിന്റെ ആളാന്ന് നമുക്കറിയാം. ഇതാ പിടിച്ചോളി, ഇനിയുണ്ട് ഇതാ പിടിച്ചോളി. ഉമ്മമാക്ക് കുറേ ഉമ്മമാക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുള്ള മിഠായി ആണ് കേട്ടോ. കുറേ കൊണ്ടുവന്ന് നമ്മളിന്ന് എന്താ കവർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ദീപാവലിന്റെ മിഠായി കൊണ്ടുവന്നുണ്ട്. ഒക്കെ ദീപാവലി മിഠായി. നിങ്ങൾ
മധുരത്തിന്റെ ആളാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളി സ്വീറ്റ് തന്നെയാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ ദീപാവലിയാണ്. അടിപൊളി ചോക്ലേറ്റ്. അപ്പൊ കാടൊക്കെ ഉണ്ടല്ലോ. അതില്ല, അതിന്റെ സാധനം വാങ്ങിയിട്ടില്ല. അപ്പോ ഇഷ്ടായില്ലേ? അത് സോണാപ്പേടയാണ്. പക്ഷെ ഇതിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റാ, നല്ല പേടൊക്കെ വരുന്നത്. കാരണം ഉമ്മക്ക് പറഞ്ഞാല് പണ്ടേ ഇഷ്ടമുള്ള മധുര പലഹാരം കേട്ടോ. ഉണ്ടല്ലേ, മധുരത്തിന്റെ ഒരാളാണ്. ഷുഗറോ പ്രഷറോ ഒന്നുമില്ല, മധുരം ഉണ്ടെങ്കിലും കഴിക്കും. കാരണം എന്താ പറയുക, ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു സാധനം വേറെ ഇല്ല അല്ലേ. അത് മധുരം അത്ര ഇഷ്ടല്ലേ. അപ്പൊ മധുരത്തിന് വേണ്ടിയിട്ട് ഇന്ന് ദീപാവലി അല്ല, അപ്പം ഉമ്മക്ക് ഉമ്മാന്റെ മധുരമുള്ള ആയിക്കോട്ടെ. ഇഷ്ടായില്ലേ? എത്ര ദിവസം കൊണ്ട് തിന്നിർക്കണം. രണ്ടെണ്ണേ തിന്നാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കഴിച്ചോ. ഒന്ന് പല ഐറ്റംസ് ആണ്, ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഐറ്റംസ് ആണ് കൊണ്ടുപോകുന്നത്. അതിലും അങ്ങനെ തന്നെ. ഓപ്പൺ ആക്കി നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലേ നോക്കി നോക്കി. അയ്യോ, ഇത് വേടകളാണല്ലോ ഇഷ്ടമാണോ? ഇല്ല, നിങ്ങളെ ഇഷ്ടം പോലെ കഴിച്ച് ഒരു മാസം കഴിക്കാണ്ടല്ലോ. ഒന്ന് വീതം 3 നേരം വീടിന്റെ മാതിരി കഴിക്കാം. ഇതിലും അതന്നെ നല്ല അടിപൊളി. പൊളിച്ചോളി നമുക്ക് പൊടിച്ചാ പിന്നെ വെക്കാൻ കൂടി കഴിയൂലേ? അല്ലേ, അതല്ല തിന്നൂല. അയ്യടാ, എന്തൊരു ആകൃതി, എന്തൊരു രസം. അപ്പൊ ഉമ്മാക്ക് ഇന്ന് ഞാൻ കാലിക്കറ്റ് വന്ന ടൈമില് ഇത്രയും അല്ല, അത് വേണ്ട, നമ്മളെ സോണാപ്പേടയാണ്. അതും ഇതും സോണാപ്പേടയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാലിക്കറ്റ് പോയ ഷോപ്പിംഗ് ടൈമിൽ ഉമ്മാക്ക് ഇത്രയും മധുരപലഹാരം കൊണ്ടുവന്നിട്ടുണ്ട് ദീപാവലി ആയിട്ട്. അപ്പൊ എന്തായാലും ഇഷ്ടായില്ലേ? പിന്നെ അപ്പൊ നമ്മളെ സ്വീറ്റ് ഇതൊക്കെയാണ് കേട്ടോ. ഇത്രയും അടിപൊളി ആയിട്ടുള്ള പലഹാരങ്ങളാണ് ഉമ്മാക്ക് ഇന്ന് ഞാൻ കൊണ്ടുകൊടുത്തില്ല. ഇത് രണ്ടും സോണാപ്പേടയാണ്. പിന്നെ ഇതൊക്കെ നല്ല പാൽക്കട്ട വരുന്നതാണ്. പാൽക്കട്ട നസുവിന് വേണേ കഴിച്ചോ. അതിനാണോ? അപ്പം ഞാൻ കാലിക്കറ്റിൽ നിന്ന് വന്നപ്പോൾ കുറേ സാധനം വേറെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മാക്ക് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള 2 ഐറ്റംസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മ ഒന്ന് നോക്കി നോക്കി. അത് സ്റ്റീലിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ജഗ്. അപ്പം ജഗ് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഇത് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഈ ഒരു ജഗ് ഗ്ലാസിൻ്റെ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ആവിയൊക്കെ കൊള്ളിക്കാൻ പറ്റിയൊരു പാത്രമാണ്. ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഇവിടെ കീറിയാൽ മതി. അത് ഞാൻ ഇത് ചെയ്തത്. കാരണം ഇപ്പോൾ കവർ നിരോധിച്ചിട്ട് ചില സ്ഥലത്തൊന്നും കവർ വരുന്നില്ല. ഇതെന്താ ആവി വെക്കണം. അതിൽ വെള്ളം വെച്ചിട്ട് ഇതിൽ പൂവട ഇതില് വെള്ളം വെച്ചിട്ട് ഇനി ഇതും വേണമെങ്കിൽ അല്ലാതെ പുട്ടും ചുട്ടാ ഇത് വേറെ പാത്രമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇഷ്ടായില്ലേ ഈ 2 പാത്രം? അടിപൊളി പാത്രമല്ലേ? വിലക്കെ ഉണ്ട്. നല്ല സ്റ്റീലാ. സ്റ്റീല് പിന്നെ തൂക്കത്തിനാണല്ലോ വാങ്ങിക്കല്. അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് എന്തായാലും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കൊറേ സംഭവം വന്നിട്ടുണ്ട്. പിന്നെ മധുരം പലഹാരം കിട്ടിയപ്പോ ഉമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇനി അത് ഓരോ ദിവസമായിട്ട് രാവിലെ വൈകുന്നേരം ഉച്ചക്കായിട്ട് ഇങ്ങനെ 3 നേരമായിട്ട് കഴിക്കട്ടോ. കാരണം മധുരം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒന്നുമില്ല. കാരണം ഉമ്മാനെ കാണാൻ വരുന്ന റിലേറ്റീവ് വരെ ഉമ്മാക്ക് എന്താ കൊണ്ടുവരില്ല? ഉമ്മ ലഡു, ജിലേബി, മൈസൂർ പാക്ക്, അതൊക്കെയാണ് ഉമ്മാനെ കാണാൻ വരുന്ന ഉമ്മാന്റെ ആങ്ങളമാരും ഓരൊക്കെ കൊണ്ടുവരുന്ന ബേക്കറി എന്ന് പറഞ്ഞാൽ. ഇനി അവിടെ ഉമ്മ പോയാലും അങ്ങനെ തന്നെ കൽത്തറവ് ഇതൊക്കെ അവിടെ കൊണ്ടൊന്നും കൊടുക്കലില്ലേ? പക്ഷെ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഷുഗർ ഒന്നും ഇല്ലല്ലോ. ഇത്രയും കഴിച്ചിട്ട് ഇവലെ ഫാമിലി അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എത്ര മധുരം കഴിച്ചാലും ഓർക്കൊന്നും ഷുഗർ കയറുന്ന സാധനമില്ല അല്ലേ? പക്ഷെ വേറെ സംഭവമുണ്ട്. ഈ ഒരു തടിയിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കൂലല്ലോ. ഉമ്മാക്ക് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഭയങ്കര നെയ്യൊക്കെ പത്തിരിയിലൊക്കെ ആക്കി രാവിലെ ഇങ്ങനെ അടിക്കണതാണ്. അപ്പൊ ക്ലേ ഇഷ്ടായോ? ക്ലേ വെച്ചിട്ട് നമുക്ക് നൈറ്റിൽ കളിക്കാട്ടോ. പിന്നെ ഈ ഇതെന്താ അറിയോ? ക്ലേ എങ്ങനെ അറിയോ? ഈ ക്ലേ എടുത്തിട്ട് ഇതിലുള്ള വാങ്ങിച്ചതാണ്. ഇതെന്താന്ന് വെച്ചാല് നമ്മളെ ബോർഡ് വാങ്ങിയില്ല, അതിന്റെ പാന കഴിഞ്ഞില്ലേ മാർക്ക്. അപ്പൊ അമ്മച്ചി ഒരു കൊറേ വാങ്ങിച്ചതാ ഹസ്ബൻഡ് എഴുതി പഠിക്കാനേട്ടോ.
ആയിമത്തെ നമ്മൾ വാങ്ങിയത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തന്നെ ഞാൻ രാവിലെ പോയി. പിന്നെ ഞങ്ങൾക്ക് ഇനാഗ്രേഷൻ ഉണ്ടായി, അതിനൊക്കെ പോയി. പിന്നെ ഞാൻ കാലിക്കറ്റ് പോയ ടൈമിൽ എനിക്കൊരു ടർക്കി വാങ്ങിച്ചിട്ടുണ്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടിഷ്യൂ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാർജർ പൊട്ടിപ്പോയിട്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വയറും വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും അത് ഇന്നലെ പൊട്ടിപ്പോയി. പിന്നെ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വൈക്കുന്നാണ് തന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ കണ്ട് വാങ്ങിച്ചതാണ്. മൈഗ്ലാമിൻ്റെ ആണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കട്ടെ കേട്ടോ. മ്യൂഡ് ഷെയ്ഡാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലിപ്സ്റ്റിക്ക് തന്നെ അല്ലേ, നോക്കട്ടെ. കാരണം വേറെ 2-3 ഐറ്റംസ് കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്.